നമ്മളെല്ലാവരും എള്ള് കഴിക്കാറുണ്ടല്ലേ? എള്ള് നമ്മൾ എന്താണ് ബ്രെഡ് പൊരിക്കുമ്പോഴോ അതേപോലെ തന്നെ എന്താണ് ഏത്തയ്ക്ക പൊരിക്കുമ്പോഴോ ഒക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എള്ളുണ്ട വാങ്ങിക്കാൻ കിട്ടും, എള്ള് പായസമുണ്ട്, എള്ള് ലഡു ഉണ്ട്. അങ്ങനെ എള്ളിൻ്റേതായ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടും. അതേപോലെ തന്നെ എള്ളെണ്ണ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ എള്ളിൻ്റെ ഇല കൊണ്ട് താളി ഉണ്ടാക്കാം, എള്ള് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉപയോഗിക്കുന്നത്, വാങ്ങിച്ചായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ എള്ള് കൃഷി ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എള്ള് പാടമായിട്ടല്ല, എള്ളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിൽ നമ്മൾ മാംഗോ മെഡോസിനും എള്ള് കൃഷി ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എള്ളിൻ്റെ ചെടി അല്ലെങ്കിൽ എള്ള് പുതിയ തലമുറയിലെ കുട്ടികൾക്കായാലും കാണാത്തവർക്കായാലും കാണാൻ വേണ്ടിയിട്ട്. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ എള്ളൊക്കെ ഇടവേളയായിട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ഒരു കൃഷിയായിരുന്നു. മലയോര മേഖലകളിലുമൊക്കെ അതേപോലെ തന്നെ പാടത്തുമൊക്കെ അതേപോലെ തന്നെ എള്ളിൻ്റെയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. ഒരു നെൽകൃഷി കഴിഞ്ഞാൽ എള്ളൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നും നമുക്ക് കാണാനില്ല. എള്ളെന്ന് പറയുന്ന കൃഷി തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും എള്ള് കൃഷി ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു പ്രയോജനം അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടുമാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എള്ള് കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ എള്ള് എങ്ങനെയാണ് കൃഷി ചെയ്തേക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മാംഗോ മെഡോസിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ എള്ള് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എള്ള് മതി. കുറച്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിലോ അവിടെ ഒന്ന് വെതറി കൊടുക്കുക. ചീരയൊക്കെ അരി പാകുന്നത് പോലെ തന്നെ പാകി കൊടുക്കുക. വലിയ വളമൊന്നും കൊടുക്കണ്ട, കുറച്ച് ചാണകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് വളർന്ന് നമുക്ക് അതിൽ നമ്മുടെ ചെറിയ കുടുംബത്തിന് ആവശ്യമായ എള്ള് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക.